പനിക്കണക്ക് ഉയരുകയാണ്. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 13,196 പേർ പനി ബാധിതരായി ചികിത്സയിലാണ് നിലവിൽ. മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. അനുദിനം വർദ്ധിക്കുകയാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം. അതിൽ കോളറ ബാധിച്ചവരുടെ എണ്ണം 6 കൂടിയായി എന്നുള്ള സ്ഥിരീകരണം കൂടി വരികയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിരീക്ഷണത്തിലുണ്ടായിരുന്ന 4 പേർ ഉൾപ്പെടെ 2 പേർ ഉൾപ്പെടെ ഇന്ന് 4 പേർക്ക് കൂടി, അങ്ങനെ 6 പേർക്കാണ് ഇന്ന് കോളറ സ്ഥിരീകരിച്ചത്. ഒപ്പം തന്നെ പനി മരണം ഇന്ന് 3ആയി. എലിപ്പനി ബാധിച്ച് 2 പേരാണ് മരിച്ചത്. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാളും. അങ്ങനെ പനി മരണം ഇന്ന് മാത്രം 3ആയി. എന്തായാലും 145 പേർക്കാണ് ഇതുവരെ ഡെങ്കിപ്പനി ഉള്ളത്. 416 പേർക്ക് രോഗം സംശയിക്കുന്നുണ്ട്. എന്തായാലും 10 പേർക്ക് കൂടി എലിപ്പനി കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതുവരെ പനി ബാധിച്ച് 13,196 പേരാണ് ഇതുവരെ പനി ബാധിച്ച് മാത്രം ചികിത്സയിലുള്ളത്. തിരുവനന്തപുരത്താണ് ഈ കോളറ കൂടുതലായി ഉണ്ടാകുന്നത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരും തിരുവനന്തപുരത്താണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതോടെ തിരുവനന്തപുരത്ത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ഇന്ന് കോളറ സ്ഥിരീകരിച്ചത്. ഇതോടെ വലിയ തോതിൽ സംസ്ഥാനത്തും തലസ്ഥാനത്ത് പ്രത്യേകിച്ചും ഈ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ ഉയർന്നു വരികയാണ്. എന്തായാലും പനി മരണം ഇന്ന് മാത്രം 3ആയി. കോളറ ബാധിച്ചവരുടെ എണ്ണം ഇന്ന് മാത്രം 6ആയി. ശരി, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പനിക്കണക്ക് ഉയരുകയാണ് സംസ്ഥാനത്ത്. കോഴിക്കോടിന് പിന്നാലെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ തൃശൂരിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ പാടൂർ സ്വദേശിയായ 7ാം ക്ലാസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടിക്ക് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്.